ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ഈ വർഷത്തിൻ്റെ അവസാനത്തെ 1-ാം തീയതിയാണ്. അതായത് ധനുമാസം 1 ത്രിപുഷ്കര യോഗവും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ളൊരു ദിവസം. മാസങ്ങളിൽ ധനുർമാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന് കാരണം ദേവന്മാരുടെ രാവിലെയാണ് ധനുർമാസം എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ബ്രഹ്മമുഹൂർത്തം. ആ ഒരു സമയത്ത് ഏതൊരാളാണോ അവരുടെ വീട്ടിൽ ബ്രഹ്മമുഹൂർത്ത സമയമായ 3:30-ക്കും 5:30-ക്കും ഇടയിലുള്ള സമയത്ത് ദീപം കൊളുത്തി ഒരു പർട്ടിക്കുലറായിട്ടുള്ള ദൈവത്തിൻ്റെ നാമം ചൊല്ലി അവരുടെ ആഗ്രഹം ചോദിക്കുന്നത്, ആ ആഗ്രഹം ധനുമാസം തീരും മുൻപേ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് നമുക്കൊരു ഭാഗ്യം വേണം. അത് ഞാൻ പറയാൻ കാരണം, ധനുമാസം എന്ന് പറയുന്നത് തണുപ്പ് അധികമുള്ള ഒരു സമയമാണ്. അതിരാവിലെ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു പുണ്യമാണ്. അത് ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥിക്കുന്ന കാര്യം വരം പോലെ നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വെങ്കടേശ്വര ഭഗവാന്റെ ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ധനുമാസം മുഴുവൻ ഒരേ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ജപിക്കണം. ധനുമാസം തീരുന്നതിന് മുൻപായി തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. എന്തുകൊണ്ട് വെങ്കടേശ്വര ഭഗവാനെ തന്നെ ഞാൻ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, മാർഗഴി എന്ന് പറയുന്നത് ഭഗവാന്റെ മാസമാണ്. അതായത് ധനുമാസത്തിന് തമിഴിൽ പറയുന്നത് മാർഗഴി എന്നാണ്. ആണ്ടാൾ നാച്ചിയമ്മയുടെ കഥയൊക്കെ എല്ലാവരും കേട്ടിരിക്കും. തിരുപ്പാവയും തിരുവമ്പാവയും ഒക്കെ തമിഴ്നാട്ടിൽ വളരെയധികം പ്രസിദ്ധമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗഴി മാസമാണിത്. കോലങ്ങൾക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു മാസം. അപ്പോൾ നാളെ മുതൽ നിങ്ങളിത് ചെയ്യണം. ഞാൻ നിങ്ങൾക്കിത് പ്രിഫർ ചെയ്യുന്നത് ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ 5:30 വരെയുള്ളൊരു സമയമാണ്. പക്ഷേ ഈ ഒരു തണുപ്പ് അധികമുള്ള സമയത്ത് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റാത്തവർ, അതായത് തല നനയ്ക്കാനൊക്കെ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വൈകിട്ട് ചൊല്ലിയാലും മതിയാവും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. അത് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഇത് ചെയ്യണം എന്നുള്ള വാശിയൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ഒരു ധനുമാസം മുഴുവൻ ഈ ഒരു മന്ത്രം ചൊല്ലണം എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ ഏറ്റവും നല്ലൊരു മാസമാണ് ഈ ഒരു ധനുമാസം എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. അപ്പം ആ കൂടെ നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താം. അതേപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിലെ റൈറ്റിംഗ് ടെക്നിക്ക്, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു റൈറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിന് കുളിക്കണമെന്നോ അതുപോലെ തന്നെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റ് ഇത് എഴുതിയിട്ട് വേണമെങ്കിൽ വീണ്ടും കിടന്നുറങ്ങാവുന്നതാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുമാത്രവുമല്ല, ഇന്നു മുതൽ ചൊല്ലുകയും എഴുതുകയും ചെയ്യേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച്, ഭഗവാൻ മുരുകൻ്റെ മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ധനുമാസത്തിൽ ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിൻ്റെ ഇരട്ടി ഫലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നാളെ 1-ാം തീയതിയാണ്. എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ സൂര്യോദയത്തിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നിങ്ങളുടെ വീട്ടിലുള്ള വെങ്കടേശ്വര ഭഗവാനോ കൃഷ്ണനോ ആരുമായിക്കൊള്ളട്ടെ, ആ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് തുളസിമാല ചാർത്തി ഭഗവാന് മുൻപിൽ ഈ ഒരു ധനുമാസം മുഴുവൻ ഭഗവാന് പ്രത്യേകം ഒരു നെയ് ദീപം അല്ലെങ്കിൽ മാവിളക്ക് ദീപം കൊളുത്തി. ഇപ്പം നാളെ 1-ാം തീയതി ആയതുകൊണ്ട് നാളെ ഭഗവാന് മാവിളക്ക് കൊളുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മാവിളക്ക് കൊളുത്തേണ്ടുന്ന രീതിയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പ്രകാരം ഭഗവാന് മുൻപിൽ മാവിളക്ക് ദീപമൊക്കെ കൊളുത്തിയിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലണം. അതിനു മുൻപായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു മാർഗഴി മാസം മുഴുവൻ, അതായത് ഈ ഒരു ധനുമാസം മുഴുവൻ നിങ്ങൾ വീട്ടിൽ ഞാൻ ഈ പറയുന്ന 2-ൽ ഏതെങ്കിലും ഒരു കോലം വരയ്ക്കാൻ ശ്രമിക്കണം. മാർഗഴി എന്ന് പറഞ്ഞാൽ തന്നെ കോലമാണ്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ താമരപ്പൂവിൻ്റെ കോലം 8 ഇതളുകളോട് കൂടിയത്, അതല്ലെങ്കിൽ ശംഖ് ചക്ര നാമകോലം. ശംഖുചക്ര നാമകോലത്തിൻ്റെ സ്റ്റെൻസിൽസൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ആ ഒരു കോലം വരച്ച്
ഇപ്പം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാൻ വീട്ടിൽ വെങ്കടേശ്വര ഭഗവാന്റെയോ കൃഷ്ണൻ്റെയോ ഫോട്ടോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ശംഖുചക്ര നാമക്കോലം മാക്കോലമായിട്ട് വരച്ച് അതിലെ ആ ഒരു നാമത്തിനൊരു തുളസിയില സമർപ്പിച്ച് ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഫലം വളരെയധികം കൂടുതലായിരിക്കും. ശംഖുചക്ര നാമക്കോലം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈസി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ശംഖുചക്ര നാമമാണ് പൂക്കൾ കൊണ്ടുള്ളത്. ഇത് ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാക്കോലമായിട്ടിത് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി സ്റ്റെൻസിൽസ് വാങ്ങിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. മാക്കോലമായിട്ട് വരയ്ക്കേണ്ട രീതി, മാക്കോലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പൂജ ചെയ്യുന്ന ആ ഭാഗത്ത് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒന്ന് തുളച്ചിട്ട് ഇത് വരയ്ക്കാം. അല്ല ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ ശംഖുചക്ര നാമം വരച്ചിട്ട് ശംഖിനും ചക്രത്തിനും നാമത്തിനും മഞ്ഞൾ കുങ്കുമം ഇട്ട് ആ നടുക്കുള്ള നാമം, അതാണ് വൈഷ്ണവ നാമം, അത് നിങ്ങൾക്കറിയാമല്ലോ. അതിന് നമ്മൾ ഒരു തുളസിയില സമർപ്പിക്കണം. സമർപ്പിച്ചതിന് ശേഷം ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്: ഓം നിരഞ്ജനായ വിദ്മഹേ നിരപശായ ധീമഹി ധനോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരപശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഇത് ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും. ഇത് ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ശംഖുചക്രനാമം സ്റ്റെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതാണെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ വരയ്ക്കണം എന്നുള്ളത്. കൈകൊണ്ട് വരയ്ക്കാൻ അറിയാവുന്ന തീർച്ചയായിട്ടും അങ്ങനെ വരച്ചാൽ മതിയാവും. ഇനി ഞാൻ ഈ പറഞ്ഞ മന്ത്രം നിങ്ങൾക്ക് ഒന്നല്ല അതിൽ കൂടുതൽ ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യം, ഒന്നെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇത് ചൊല്ലുക. അതായത് കന്നിമാസത്തിൽ നമ്മൾ എങ്ങനെയാണോ ഭഗവാൻ വെങ്കടേശ്വരനെ പൂജിച്ചത് അതേപോലെ തന്നെ വേണം നമ്മൾ ഈ ഒരു ധനുമാസത്തിലും ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം. കന്നിമാസത്തിൽ ഞാൻ പറഞ്ഞ രീതിയിൽ മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് തിരുപ്പതിയിൽ പോകാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവരുടെ ജോലി സംബന്ധമായിട്ട് അവർക്ക് ഉയർച്ചകൾ കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പറയുന്ന കമൻസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ധനുമാസത്തിൽ ഭഗവാന് നമ്മൾ കൂവളത്തില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ തുളസിയില എടുക്കാം അല്ലെങ്കിൽ കൂവളത്തില എടുക്കാം. കൂവളത്തില നമുക്ക് വീണ്ടും വീണ്ടും അർച്ചന ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ ഒരു കൂവളത്തില എടുത്താൽ പിറ്റേ ദിവസം അത് കഴുകിയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്, അതിൽ നിന്നും ഇലകൾ അടർന്നു പോകുന്നത് വരെ. അപ്പോൾ ഒന്നെങ്കിൽ തുളസിയില അല്ലെങ്കിൽ കൂവളത്തില. ഭഗവാൻ വെങ്കടേശ്വരൻ്റെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുന്നവർക്കറിയാം, അതിൽ ബില്വപത്രാർച്ചന പ്രിയായ നമ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഭഗവാന് കൂവളത്തില കൊണ്ടും അർച്ചന ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണിത്. ഇതിനു മുൻപ് കാർത്തിക മാസത്തിലെ ഒരുപാട് പൂജകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഭഗവാനെ ബില്വപത്രം കൊണ്ട് അർച്ചന ചെയ്യണം. അതായത് ബില്വം എന്ന് പറഞ്ഞാൽ കൂവളത്തില, അതുകൊണ്ട് അർച്ചന ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കോലം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ കോലം വരയ്ക്കുന്നത് വിട്ടേക്കൂ. നിങ്ങളുടെ വീട്ടിലുള്ള ഭഗവാന്റെ ഫോട്ടോയ്ക്ക് തുളസിയില സമർപ്പിച്ച് അല്ലെങ്കിൽ കൂവളത്തില സമർപ്പിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതിയാവും. അതുമാത്രവുമല്ല, എന്തെങ്കിലും ഒരു കോലം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ധനുമാസത്തിൽ വീട്ടിലെ പൂജാമുറിയിൽ വരച്ചിരിക്കണം. വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുൻപിൽ വരയ്ക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഫ്രണ്ട് ഡോറിന് മുൻപിൽ ഒരു കോലം വരച്ച് ആ കോലത്തിൻ്റെ നടുക്കായിട്ടൊരു ദീപം കൊളുത്തുന്നത് ഒരുപാട് നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷേ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ ഇറങ്ങി വീടിന് ഫ്രണ്ടിൽ കോലം വരയ്ക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിൻ്റെ 2 സൈഡിൽ ദീപം കൊളുത്തി വെക്കുന്നു, ഇതൊക്കെ ഈ ഒരു ധനുമാസത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളെപ്പോഴും ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് മാത്രമേ ആ സമയത്തൊക്കെ എഴുന്നേറ്റ് ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങാവുള്ളൂ. അതൊന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ മന്ത്രം ചൊല്ലിയാലും നിങ്ങൾക്ക് നല്ല ഫലം തന്നെ ലഭിക്കും. അതേപോലെ 1-ാം തീയതി ആയതുകൊണ്ട് നാളെ ത്രിപുഷ്കര യോഗം തുടങ്ങുന്നത് ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ രാത്രി 11:57 വരെയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിന് നമുക്ക് ഇരട്ടി ഫലം ലഭിക്കും. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പൂജകളൊക്കെ നാളെ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാവുന്നതാണ്. സ്വർണം, വെള്ളി, വാഹനം, വസ്ത്രങ്ങൾ ഇതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലെ പൈസയ്ക്കനുസരിച്ച് നാളെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നാളെ
നാളെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് തൃക്കൈ വെണ്ണയും മഞ്ഞപ്പെട്ടും തുളസിമാലയും ഒക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നാളെ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ആർക്കും കടം കൊടുക്കാനോ ആരിൽ നിന്നും കടം വാങ്ങാനോ പോവരുത്. ഒപ്പം തന്നെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറി മെഡിസിൻസൊക്കെ മേടിക്കുന്നതും കഴിയുന്നതും അത്ര അർജൻറ്റാണെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാവുള്ളൂ. നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ പരിപ്പ് മേടിക്കാം. അതേപോലെ തന്നെ പച്ചരി അല്ലെങ്കിൽ അരിപ്പൊടി മേടിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് അത് മേടിക്കാം. തുളസിയില, കൂവളത്തില, മുല്ലപ്പൂവ്, ഉപ്പ്, പാല് ഇതൊക്കെ മേടിക്കാവുന്നതാണ്. ഇതിലെന്താണോ നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങൾ മേടിക്കുക. എല്ലാം കൂടെ മേടിക്കണം എന്നൊന്നുമില്ല. മേടിക്കുന്നതിൽ തീർച്ചയായും മംഗളവസ്തുവായിട്ടുള്ള മഞ്ഞൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അതേപോലെ നാളത്തെ ദിവസം അന്നദാനം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അന്നദാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് വളരെ നല്ല കാര്യമാണ്. സോ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ധനുമാസത്തിൻ്റെ തുടക്കത്തിൽ നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. പോകെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇട്ടുകൊള്ളാം. അപ്പോൾ നാളെ നിങ്ങളിത് ചെയ്യണം. അപ്പോൾ പുതിയ വർഷം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. വിശ്വാസപൂർവ്വം നിങ്ങൾ ചെയ്യുക. ബ്രഹ്മമുഹൂർത്തമാണ് ഏറ്റവും ആപ്റ്റ് എന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. വൈകുന്നേരമാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം വളരെ നേരത്തെ തന്നെ ഇരുട്ടുന്നത് കൊണ്ട് ഒരു 5:30 കൂടിയിട്ടൊക്കെ വിളക്കൊക്കെ കത്തിച്ച് വീടിൻ്റെ ഫ്രണ്ട് ഡോറിലും വിളക്ക് കത്തിച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് കോലമിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ അവസ്ഥ ഭഗവാൻ അറിയാം. നമ്മൾ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഭഗവാൻ എപ്പോഴും നോക്കുന്നത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.